ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ കേരള നിയമസഭയിലേക്ക് കടന്നു വരുവാനും ജനങ്ങളുടെ ശബ്ദമായി ഇവിടെ നിന്നുകൊണ്ട് സംസാരിക്കുവാനും എന്നെ പ്രാപ്തനാക്കിയ എൻ്റെ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലെ ഏറ്റവും ബഹുമാനപ്പെട്ട സമ്മതിദായകരോട് ഞാൻ ആദ്യമേ നന്ദി പറയുകയാണ്. ഞാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഈ ബഡ്ജറ്റിനെ ഞാൻ സർവാത്മക പിന്തുണയ്ക്കുക. ഞാൻ നേരിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് മേഖലകൾ, ആ രണ്ട് മേഖലകളിൽ ഈ ബഡ്ജറ്റ് കേരളത്തിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ മാത്രം ഞാൻ എനിക്ക് തന്നിരിക്കുന്ന സമയത്ത് ചൂണ്ടിക്കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഞാൻ 25 വർഷമായി അധ്യാപകനായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെയും അതിലെ മാറ്റങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല എത്രമാത്രം പിന്നോട്ടടിച്ചു എന്ന് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ മേഖലയിലും പൊതുവിദ്യാഭ്യാസ മേഖലയിലും വളരെ വ്യാപകമായി കൊഴിഞ്ഞുപോക്കുൾപ്പെടെ സീറ്റുകൾ ഫില്ല് ചെയ്യാതെ കിടക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഇവിടെ അറിയാം. കഴിഞ്ഞ വർഷം മാത്രം കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ 1,00,000-ഓളം ബിരുദ സീറ്റുകളാണ് ഫില്ലാകാതെ കിടന്നത്. കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 50,000-ഓളം വരുന്ന സീറ്റുകളിൽ പകുതിയോളം സീറ്റുകൾ കഴിഞ്ഞ തവണ ഫില്ല് ചെയ്യപ്പെട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഇവിടെ കഴിഞ്ഞ 10 വർഷം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നാണ് LDF സർക്കാർ അവകാശപ്പെട്ടത്. ഞങ്ങൾ തുറന്നത് നിങ്ങൾ കൂട്ടിയ ബാറുകളല്ല എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നവർ കഴിഞ്ഞ വർഷം മാത്രം 25-ൽ താഴെ കുട്ടികളുള്ള 1,300-ഓളം സ്കൂളുകളാണ് കേരളത്തിൽ ഉണ്ടായത് എന്ന യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയണം. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾ കുറയുമ്പോൾ പറയുന്ന ന്യായം കേരളത്തിലെ കുഞ്ഞുങ്ങളുണ്ടാകുന്നതിൻ്റെ അളവ് അല്ലെ എണ്ണം കുറഞ്ഞു വരുന്നു, അതുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ കുട്ടികൾ കുറയുന്നതെന്ന്. പക്ഷെ അങ്ങനെ വരുമ്പോൾ കേരള സിലബസ് പഠിപ്പിക്കുന്ന അൺഎയ്ഡഡ് സ്കൂളുകളിൽ എന്തുകൊണ്ടാണ് കുട്ടികൾ കൂടുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം. ഈ കേരളത്തിൽ 1,00,000-ഓളം ബിരുദ സീറ്റുകളിലെ കുട്ടികൾ കുറയുമ്പോൾ CUET പോലെയുള്ള അഖിലേന്ത്യാ പരീക്ഷകളിൽ 15 ലക്ഷം വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ പരീക്ഷ എഴുതുമ്പോൾ അതിൽ 1.5 ലക്ഷം കുട്ടികളും കേരളത്തിൽ നിന്നുള്ള ആണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയണം. അത്രമാത്രമാണ് കഴിഞ്ഞ 10 വർഷത്തോളം നമ്മുടെ വിദ്യാഭ്യാസ മേഖല പിന്നോട്ട് അടിക്കപ്പെട്ടത്. അവിടെയാണ് ഈ പുതിയ ബജറ്റിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 100 കോടി രൂപയുടെ പുതിയ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ പുതിയ തൊഴിലുകൾ, അതിനുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ പദ്ധതികൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ രണ്ടാമത് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമങ്ങൾ, 2ാം ഭൂപരിഷ്കരണം എന്ന ആ നിർദ്ദേശത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരു ഇടത്തരത്തിൽ ശരാശരിയിൽ താഴെയുള്ള ഒരു കർഷക കുടുംബത്തിൽ നിന്നും വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ കഴിഞ്ഞ 10-15 വർഷം ഞാൻ പോരാടിയത് ഈ കേരളത്തിലെ ഒരു 2ാം ഭൂപരിഷ്കരണ നിയമത്തിന് വേണ്ടിയിട്ടാണ്. എനിക്ക് ഇവിടെ ബഹുമാനപ്പെട്ട മാഷ് ഉൾപ്പെടെ ഇവിടെ പറയുകയുണ്ടായി നവലിബറലിസത്തെക്കുറിച്ചും കമ്മ്യൂണിസത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകാത്ത ഒരു സാഹചര്യത്തെക്കുറിച്ചും. ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊള്ളട്ടെ, കഴിഞ്ഞ 10 വർഷം ഈ കേരളം ഭരിച്ച ഇടതുപക്ഷ സർക്കാർ ഈ നാട്ടിലെ ഭൂപരിഷ്കരണത്തിൻ്റെ ഗുണം കിട്ടേണ്ടിയിരുന്ന കർഷക തൊഴിലാളികളോട്, പാവപ്പെട്ടവരോട്, ദളിത് പിന്നോക്ക വിഭാഗക്കാരോട് നിങ്ങൾ നീതി പുലർത്തിയിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് കൊണ്ടുവന്ന രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ട് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചു കൊള്ളട്ടെ. ഞാൻ ആ വിഷയത്തിൽ ശക്തമായി ഇടപെട്ട ഒരാൾ എന്ന നിലയിൽ എന്തായിരുന്നു രാജമാണിക്യം കമ്മീഷൻ കണ്ടെത്തിയത്? കേരളത്തിൻ്റെ ആകെ റവന്യൂ ഭൂമിയുടെ 58% 5.5 ലക്ഷം ഏക്കർ സ്ഥലം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് മുൻപ് നമ്മൾ ആർക്കെതിരെയാണോ പോരാടിയത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ. ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ കള്ളരേഖകൾ ഉണ്ടാക്കി ബിനാമികളെ വെച്ചുകൊണ്ട് 5.5 ലക്ഷം ഏക്കർ സ്ഥലം കൈവശം വെച്ചിരിക്കുന്നെന്നും ആ ഭൂമി പിടിച്ചെടുക്കണമെന്നും അതിനുവേണ്ടി ശക്തമായി പോരാടിയ സുശീല ഭട്ട എന്ന് പറയുന്ന നമ്മുടെ സ്പെഷ്യൽ പ്ലീഡർ ഉൾപ്പെടെ 1ാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന ഒരാഴ്ചയ്ക്കകം ഈ സുശീല ഭട്ടിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി. VS അച്യുതാനന്ദൻ സർക്കാരും അതിനുശേഷം വന്ന ഉമ്മൻചാണ്ടി സർക്കാരും നിലനിർത്തിയ ആ റവന്യൂ വകുപ്പ് സ്പെഷ്യൽ പ്ലീഡർ അവരുടെ സുദീർഘമായ സേവനം 1.5 ലക്ഷത്തോളം രേഖകൾ പരിശോധിച്ച് ശക്തമായി നമ്മുടെ സർക്കാർ ഭൂമി നിലനിർത്തുവാൻ വേണ്ടി പോരാടിയ ആ സുശീല ഭട്ടിനെ അധികാരത്തിലെത്തി ഒരാഴ്ചക്കകം അധികാരത്തിൽ പുറത്താക്കുക മാത്രമാണ് ചെയ്തത്. ഹാരിസൺ മലയാളം കമ്പനി എന്ന് പറയുന്ന 1 ലക്ഷത്തിൽ പരം ഏക്കർ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ കുത്തകയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ആ MG രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ട് അട്ടിമറിച്ച് ഈ നാട്ടിലെ ദളിത്, ആദിവാസി, പിന്നോക്ക വിഭാഗക്കാരോട് നീതി പുലർത്താൻ വേണ്ടി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുക. ഞാൻ ഇവിടെ ഒരു ജനപ്രതിയായി ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇടതുപക്ഷം LDF അവസാന നിമിഷം വരെ ജയിക്കുമെന്ന് 100% ആത്മവിശ്വാസം പുലർത്തിയ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിൽ നിന്ന് ജയിച്ചിവിടെ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിൽ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ എനിക്ക് നൽകിയ വോട്ട് കൊണ്ടാണ്.
ഒന്നാം നിയമസഭ മുതൽ ഇന്നേ വരെ LDF മാത്രം ലീഡ് ചെയ്തിട്ടുള്ള ബൂത്തുകളിൽ പോലും ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ വോട്ട് മേടിച്ച് ഞാൻ ജയിച്ചു വന്നെങ്കിൽ അതിന് കാരണമെന്ന് പറയുന്നത് ദളിത് പിന്നോക്ക സമുദായം അവർ നടത്തിയ ഭൂസമരങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ നടത്തിയ പോരാട്ടങ്ങളാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ പറയുന്ന കേരളത്തിലെ രണ്ടാം ഭൂപരിഷ്കരണത്തിന് കാരണമാകുമായിരുന്ന രാജമാണിക്യം കമ്മീഷൻ അട്ടിമറിച്ചത്, കേരള ഹൈക്കോടതിയിൽ ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ അട്ടിമറിച്ചത് എന്തിനായിരുന്നു എന്ന് ഉത്തരം പറയാനുള്ള ബാധ്യത 10 വർഷം കേരളം ഭരിച്ച ഇടതുപക്ഷ സർക്കാരിനുണ്ട് എന്നുകൂടി ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുക. 1960-ലും 70-ലും നമ്മൾ കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമങ്ങൾ, അതിന് കാരണമായി സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, കേശവാനന്ദ ഭാരതി കേസിൽ കേരള സർക്കാർ കൊടുത്ത അഫിഡവിറ്റിൽ ഉൾപ്പെടെ പറയുന്നത് ഈ നാട്ടിലെ കർഷക തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഈ ഭൂപരിഷ്കരണ നിയമം എന്നാണ്. ഈ നാട്ടിലെ കർഷക തൊഴിലാളികളുടെ നീതി പുലർത്തുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആത്മപരിശോധന ചെയ്യണം എന്നുകൂടി ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും അധികം ഭൂരഹിതരായിട്ടുള്ള ആളുകൾ വസിക്കുന്ന ഒരു സംസ്ഥാനം നമ്മൾ കേരളം മാറുന്നു. നമ്മൾ ഒരു പ്രഖ്യാപനം നടത്തി തീർത്തും ദരിദ്രരില്ലാത്ത അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ മിച്ചഭൂമി കൃത്യമായി വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ അവർക്ക് 3 സെന്റിന്റെ പോലും അവകാശം കൊടുക്കാതെ അവരെ ഫ്ളാറ്റുകൾ താമസിപ്പിക്കുന്ന ഒരു ഭൂപരിഷ്കരണ നിയമമല്ലേ ഇവിടെ ഇടതുപക്ഷം അല്ലെങ്കിൽ ഉള്ള വികസന കാഴ്ചപ്പാടല്ലേ നിങ്ങൾ മുന്നോട്ട് വെച്ചത്? അവിടെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിവിടെ അതിശക്തമായിട്ട് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, എനിക്ക് വലിയ സന്തോഷമുണ്ട്. അദ്ദേഹം മുൻപ് ഒരു MLA ആയിട്ടും പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നപ്പോൾ കേരളത്തിലെ ഭൂസമരങ്ങൾ അതിശക്തമായി പിന്തുണച്ചുകൊണ്ട് പാവപ്പെട്ടവന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇന്ന് കേരളത്തിന് മുഖ്യമന്ത്രി കസേരയിൽ എത്തിയിരിക്കുന്നത് എന്നത് ഈ കേരളത്തിലെ ദളിത് പിന്നോക്ക സമുദായങ്ങൾ വലിയ പ്രതീക്ഷയോടെ കൂടിയാണ് നോക്കിക്കാണുന്നത് എന്ന് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ആഗ്രഹിക്കുക. എവിടെയാണ് ഇടതുപക്ഷം പരാജയപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെയാണ് മാർക്സിസ്റ്റ് പാർട്ടി പരാജയപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ബഹുമാനപ്പെട്ട മാഷ് പറഞ്ഞതുപോലെ ക്യാപിറ്റലിസത്തെക്കുറിച്ചും അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചും ഉദാരവൽക്കരണത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, കമ്മ്യൂണിസം എന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആർക്കു വേണ്ടിയാണോ നിങ്ങൾ നിലകൊള്ളേണ്ടിയിരുന്നത്? ഈ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവന് വേണ്ടി, പാവപ്പെട്ടവന് വേണ്ടി. ഒരു കാലഘട്ടത്തിൽ അവൻ്റെ പ്രത്യയശാസ്ത്രമായിരുന്നു കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഞങ്ങളുമൊക്കെ സോഷ്യലിസ്റ്റുകളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് സോഷ്യലിസമാണ്. ഇന്ന് നിങ്ങളറിയണം, ഈ രാജ്യത്തെ മുന്നോട്ട് നയിച്ച് ഇവിടെ എത്തിച്ചിരിക്കുന്നത് കമ്മ്യൂണിസമാണ്, സോഷ്യലിസമാണെന്ന് നിങ്ങൾ വിചാരിക്കണം. ജനാധിപത്യ സോഷ്യലിസം എന്ന മുദ്രാവാക്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചു. 1953 ആവടി സമ്മേളനത്തിൽ ജനാധിപത്യ സോഷ്യലിസം എന്ന മുദ്രാവാക്യത്തിലൂടെ ഇന്ത്യ മഹാരാജ്യത്തെ മുന്നോട്ട് നയിച്ചു. ഇവിടെ ബഹുമാനപ്പെട്ട മാഷ് പറഞ്ഞല്ലോ, ഇന്ത്യ മഹാരാജ്യത്തെ കേരളത്തെ തകർത്തത് കോൺഗ്രസ് കൊണ്ടുവന്ന സാമ്പത്തിക നയങ്ങളാണ്. പ്രിയപ്പെട്ട മാഷ്, ഞാൻ പറയട്ടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുദ്രാവാക്യമുണ്ട്. ഞങ്ങളുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് വിത്ത് ഹ്യൂമൻ ഫേസ് എന്നാണ്. മനുഷ്യത്വ മുഖമുള്ള വികസനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വികസനം എന്ന് പറയുന്നത്. പാവപ്പെട്ടവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. അതാണ് ഇവിടെ അവതരിപ്പിച്ച ബജറ്റ് എന്ന് പറയുന്നത്. 25 ലക്ഷത്തോളം വരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ പേരിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉൾപ്പെടെ ഇത്രമാത്രം. ഇന്ന് യഥാർത്ഥ ഇടതുപക്ഷമാരാണെന്ന് ചോദിച്ചാൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയും, ജവഹർലാൽ നെഹ്റുവിന്റെ പാരമ്പര്യം കൊള്ളുന്ന യഥാർത്ഥ സോഷ്യലിസ്റ്റ് ജനാധിപത്യ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സോഷ്യലിസം എന്ന വാക്ക് പറയാനുള്ള അവകാശം പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബജറ്റിനെ സർവാത്മക പിന്തുണയ്ക്കുന്നു. നന്ദി, നമസ്കാരം.